celebrate ആവുള്ളൂ. So ladies and gentlemen, please join me in welcoming the very beautiful actress Anashwara Rajan. Yes, and then this is a day of celebration. ഈ ഒരു മൂവിയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇന്നവിടെ ഒരുമിച്ച് എത്തിയിരിക്കുമ്പോൾ, as we all know, we belong to those bunch of people who always move with the traditions, and let's not rectify it. Moving ahead, ആ ഒരു ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷന് തുടക്കം കുറിക്കാം. So I would request everybody to step forward towards the lamp. നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഐശ്വര്യത്തോടെ നമുക്ക് ആരംഭിക്കാം. ദീപനാളങ്ങൾ തെളിഞ്ഞ ഈ ഐശ്വര്യം എന്നും നിറഞ്ഞു നൽകിയിട്ട്, ബിക്കോസ് നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അസോസിയേഷൻ ആണ്. നമുക്കൊരു നല്ല പിക്ചർ എടുത്തിട്ട് പോവാം എല്ലാവരും ഒരുമിച്ച്. റിക്വസ്റ്റിംഗ് എവരിബഡി ടു ബി റൈറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്റ്റേജ്. ഫോട്ടോയ്ക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം പ്ലീസ്, കുറച്ചുകൂടെ. ബാക്കി കാസ്റ്റ് മെമ്പേഴ്സും കൂടെ സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ്, ചെറുക്കന്റെ കൂട്ടുകാർ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. ബാക്കി കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ സ്റ്റേജ് ആൻഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫോട്ടോ. വെരി ബ്യൂട്ടിഫുൾ ഡിസിഷൻ അല്ലേ? കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു തുടക്കം, സോ ഈ ഒരു ഫ്രെയിം ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാസ്റ്റ് മെമ്പേഴ്സിനെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പൊ ബ്രേസ്ലെറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ലൊരു ഇതാണ്, നല്ലൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. രാജുവേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്ന് ഞങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന രാജുവേട്ടൻ ഒരുപാട് താങ്ക് യു. ബേസിലായിട്ട് പോയാ ബേസിലായിട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക്
ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂർ അമ്പലനടയിൽ ബോയ്സ് എല്ലാവർക്കും അവര് ഈ പറഞ്ഞത് നമുക്ക് കുറേ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അശ്വിൻ വന്നിട്ടില്ല, അശ്വിനുമുണ്ട് ഇവരുടെ കൂട്ടത്തില്. അനശ്വര എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് ആള്. അപ്പോൾ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. തിരിച്ചും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ദീപു ചേട്ടൻ്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു തിരിച്ചെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ജഗദീഷ് ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ബൈജു ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഋഷാദക്ക, കുഞ്ഞികൃഷ്ണ മാഷ്, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴുള്ള പേടിയാ, രാജുവേട്ടൻ കൂടെ ഉണ്ടാകുമ്പോൾ പുള്ളി എല്ലാം പറഞ്ഞു കളയും. പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല. അതുപോലെ ഇപ്പൊ സക്സസിന് ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. രാജുവേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നത് 2017 അതായത് വളരെ പണ്ട്, അതായത് മുത്തശ്ശി കഥയൊക്കെ ആയിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അങ്ങനെ അത്ര പഴയ കഥയാണ് ആക്ച്വലി. അതെന്നിട്ട് പിന്നെ സിനിമയാവാൻ കുറച്ച് സമയമെടുത്തു. അപ്പൊ ദീപു അന്ന് ഞങ്ങള് കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പൊ അന്ന് വേറെ 2-3 ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പറയുന്ന 2024 ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്, അതായത് ആദ്യമായിട്ട് സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിപിൻ ചേട്ടന്റെ ആ മായ വലയത്തിൽ വീണ്ടും പെട്ടുപോയ, രണ്ടാമതും പെട്ട ഒരാൾ. അതായത് ജയഹേല് ഞാനൊന്ന് വീണു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല, കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത്. അത് അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ മായ വലയുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീണതാണ് വാഴയിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴ. അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേട്ടൻ ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ 2024 ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് എല്ലാ സിനിമയ്ക്കും ഒന്നും ഇങ്ങനെ പറയാനേ പറ്റില്ല. എല്ലാ സിനിമയ്ക്കും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം 6 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്രിക്കറ്റ് കളി. ഇപ്പൊ അവിടെ ഓരോ ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ജയന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡർ. ഓക്കെ ഷിബുവിന്റെ ബോള്. അങ്ങനെ ഞാൻ എല്ലാവരും ടീം വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. അതിൽ വിപിൻ ചേട്ടനും ഞാനും 2 ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ്. ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ. അനീഷും ഹാരിസ് കേക്ക് ഉള്ള ടീമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത്. വിപിൻ ചേട്ടന്റെ ടീം രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയില്, ഞങ്ങളുടെ ഏറ്റവും നല്ല ടീം. അത് സുമേഷിനൊക്കെ ഇത്ര കയ്യടി കിട്ടാൻ കാരണം സുമേഷ് ഏറ്റവും നന്നായിട്ട് കള്ളക്കളി കളിക്കുന്ന ആളാണ്. അതാണ് സുമേഷിനെ എല്ലാവരും കയ്യടിച്ചത്. ഏറ്റവും നന്നായിട്ട് ബോൾ അറിയുന്ന ആൾ സുമേഷ്. അതുകൊണ്ട് സുമേഷ് അതിനനുസരിച്ച് നന്നായിട്ട് കള്ളക്കളി കളിക്കും. അപ്പോ അങ്ങനെയാണ് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് അടുത്ത് എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരുമിച്ച്, അതായത് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് തല്ലൊക്കെ കൂടി പിറ്റേ ദിവസം സെറ്റിൽ പോയിരുന്നു. അതിന്റെ ഇന്നലത്തെ തലേദിവസം നിങ്ങൾ മറ്റവനെ കൊണ്ട് കയറുന്നത് ശരിയായില്ല, ഇവന്റെ ബാറ്റിംഗ് അതുകൊണ്ട് അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാടി നിങ്ങൾക്ക് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഡെയിലി തല്ലുപിടുത്തമൊക്കെ ആയിട്ടാണ് ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര എന്താ പറയാ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു. എല്ലാ സിനിമയിലും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് സമ്മതിക്കാറില്ല. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ രാത്രി 9 മണി 10 മണി വരെയൊക്കെ നമുക്ക് ഷൂട്ട് പോകുമ്പോൾ ഇതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാൻ ചെയ്തതാണ് വിപിൻ ചേട്ടൻ സീൻ എഴുതിയത് തന്നെ ആലോചിച്ചിട്ടാണ് തോന്നുന്നു. ഓക്കെ ഡേ സീൻ എഴുതാം, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച ക്രിക്കറ്റ് കളിക്കാം.
നൈറ്റ് ആണെങ്കിൽ ഫുൾ ലൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരം ക്രിക്കറ്റ് കളി. അങ്ങനെ സീൻ എഴുതുമ്പോൾ തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് സിനിമയുടെ പ്രോസസ്സിലുണ്ടായിരുന്നു. അത് തന്നെയാണ് സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്നത്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ, അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറുന്നു. അത് തന്നെയാണ് അതിന്റെ നേരത്തെ രാജുവേട്ടൻ പറഞ്ഞ പോലെ ആ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു വൈബാണല്ലോ മൊത്തത്തിൽ അതിനെ റിഫ്ലക്ട് ചെയ്യുക, മൊത്തത്തിൽ ആ സിനിമയിലേക്ക് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് E4 എന്റർടൈൻമെന്റ് ചാരേ ചേട്ടനും മുകേഷ് ഭായിയും എനിക്ക് ഈ പറയുന്ന ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തള്ളി വന്ന ആൾക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ 2024 ഗുരുവായൂർ അമ്പലം നടയിൽ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും E4 എന്റർടൈൻമെന്റ് ആണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില, അനശ്വര, നമ്മുടെ വാഴ ബോയ്സ്, ജോമോൻ, സിജു, സാഫ് ബോയ്, ബാക്കി ആഷിഖ്, അമിത്, എല്ലാവരും എന്താ പറയുക ഇങ്ങനെ കാണിക്കല്ലേ നിങ്ങൾ വരാം അപ്പോൾ അവരെല്ലാവരും സ്പെഷ്യൽ മെൻഷൻ. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ എന്നെ അപമാനിക്കാൻ മുൻനിരയിൽ നിന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജീവിതകാലം മൊത്തം സ്മരിക്കുന്നതായിരിക്കും. മത്സരിച്ച് അപമാനിച്ചോണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. അത് അതിൻ്റെ ഒരു രസത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ ബൈച്ചേട്ടനും ജഗദീഷ് ചേട്ടനും അരവിന്ദേട്ടൻ, ഇർഷാദ്, രമേശ് ചേട്ടൻ, ബാക്കി നമ്മുടെ ചേച്ചി കുഞ്ഞുകൃഷ്ണ മാഷ് ഇതൊക്കെ കണ്ടില്ല, സോറി. അങ്ങ് അറ്റത്ത് പോയിരുന്നു, ഞാനും അതെ അറ്റത്ത് പോയി അപ്പൊ ഇത് പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ ഈ രണ്ട് റീസെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ്. നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയിൽ ബൈച്ചേട്ടൻ തക്കടിച്ച് ഷോ സ്റ്റീലർ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ബൈച്ചേട്ടനെ കുറിച്ച്. അപ്പൊ ബൈച്ചേട്ടന്റെ കൂടെ വീണ്ടും ബൈച്ചേട്ടൻ ഈ സിനിമയിലെ കാര്യം എൻ്റെ അടുത്ത് അതിപ്പോ എല്ലായിടത്തും പോയി പറയണമെന്നില്ല. നുണക്കുഴിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ബൈച്ചേട്ടൻ എൻ്റെ അടുത്ത് ആ വെബിൻ വിളിച്ചിരുന്നത്. കഥ കൊള്ളാവടെ ചെയ്യണോ ഗുരുവായൂർ അമ്പലനടയിലെ 2 ദിവസം ഉള്ളതെന്നൊക്കെ പറയുന്നത്. ഞാൻ 2 ദിവസം ആയിരിക്കില്ല നിങ്ങൾക്ക്, എന്തോ കഥ എങ്ങനെയുണ്ട് കൊള്ളാവടെ. ഞാൻ ബൈച്ചേട്ട വർക്കാവുന്ന സാധനമാണ്, ചെയ്ത് നോക്ക്, ചിലപ്പോൾ രസമായിരിക്കും, നിങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇങ്ങനെ സംശയത്തിന്റെ മുഴുവനായിരുന്നു. ഞാൻ വിചാരിച്ച് വരൂല്ലോ. അതായത് ഷൂട്ട് ചെയ്യുന്ന സമയപ്പോഴേക്കും ഇതേ ബൈച്ചേട്ടൻ വന്ന് വെക്കുന്നു. ക്ലൈമാക്സിന് നല്ല കുർത്തയൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് ചന്ദനക്കുരയൊക്കെ തൊട്ട് ബൈച്ചേട്ടൻ അങ്ങനെ കാണുന്ന തന്നെ ഒരു ഭയങ്കര രസമാണ്. ഈ പറയുന്ന തഗ്ഗൊക്കെ അടിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസ് വേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത് തന്നെ ഒരു ചന്തമുണ്ട്. അപ്പൊ ബൈച്ചേട്ടന്റെ കൂടെ ഒരു പടത്തിലും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ